സോ K2 Btech S2 സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഇൻ സി കുറേ ജൂനിയേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ചേട്ടാ സി പ്രോഗ്രാം ഭയങ്കര ടഫാണോ, അല്ലെങ്കിൽ അതേപോലെ ഏറ്റവും കൂടുതൽ സപ്ലി കിട്ടിയിട്ടുണ്ടോ? കുറേ പേർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പേഴ്സണലി പറയാം, സി പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് അതിൻ്റെ ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, ഈ ബെസ്റ്റ് യൂട്യൂബ് ചാനൽസ് ഉണ്ട്, സിലബസ് ഓവർവ്യൂ ഉണ്ട്, അതേപോലെ തന്നെ എങ്ങനെയാണ് നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിൻ്റെ സിലബസും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ്. തന്നെ നമ്മൾ പറയാൻ പോകുന്ന മൊഡ്യൂൾസ് ആണ്. 5 മൊഡ്യൂൾ തന്നെയാണ് സി പ്രോഗ്രാമിനുള്ളത്. ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണുള്ളത്. 5 മൊഡ്യൂൾസ്. അപ്പോൾ ഓരോ മൊഡ്യൂളിനകത്ത് 20 മാർക്ക്, 100 മാർക്കിന് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. +2ലും +1ലും CS പഠിച്ച സ്റ്റുഡൻസിന് കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും. കാരണം അവർക്കൊരു ഐഡിയ ഉണ്ട് പ്രോഗ്രാമിംഗ്. എത്ര പൈത്തണോ അല്ലെങ്കിൽ C++ പഠിച്ച കുട്ടികൾക്ക് ഒരു ഐഡിയ ഉണ്ട് പ്രോഗ്രാമിംഗ്. ബയോ പഠിച്ച സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഒരു ഡിഫിക്കൽട്ടായി തോന്നും. അതിന് കാരണം നിങ്ങൾ പ്രോഗ്രാം പഠിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഈ സബ്ജക്റ്റ് വീണ്ടും പറയുകയാണ്, നിങ്ങൾ S2ൽ ആദ്യമേ പഠിച്ചു വെക്കോ. ഞാൻ പേഴ്സണലി പറയുകയാണ്, ഇത് അത്ര ടഫാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ടഫല്ല, കാരണം ഇതൊരു ചലഞ്ചിങ് പേപ്പറാണ്. നിങ്ങൾ ആദ്യമേ ഇത് പഠിച്ചു പോകണം. എന്ന് വെച്ചാൽ ആദ്യമേ പഠിക്കാം. തലേ ദിവസം പോയിട്ട് പ്രോഗ്രാം പഠിക്കാനൊന്നും ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ആദ്യമേ ഡെയിലി ഒരു 30 മിനിറ്റ്സ് ഇതിന് മാറ്റിയേക്കുക, അല്ലെങ്കിൽ 15 മിനിറ്റ്സ്. കാരണം നമ്മുടെ സെമസ്റ്റർ വളരെ 3 മാസം, 3.5 മാസം, 4 മാസമൊക്കെ തന്നെ ഉണ്ടാകുന്നുള്ളൂ. അപ്പം അത് എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ചെയ്യണം. 100% നിങ്ങൾ ഒരു സമയം ഇതിന് മാറ്റി വെക്കണം ഡെയിലി. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു യൂസ് ഉണ്ടാവുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും സി പ്രോഗ്രാമിംഗ് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രാധാന്യം കൊടുക്കുക. എന്താണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട്? എന്തായാലും സി പ്രോഗ്രാമിന് ഡെയിലി ഒരു 15 മിനിറ്റ്സോ 20 മിനിറ്റ്സോ നിങ്ങൾ മനസ്സിലാക്കി വേണം. അപ്പോൾ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്, അതുപോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്, എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കി കണ്ടുപിടിച്ചത്. അപ്പോൾ ഞാൻ പേഴ്സണലി പറയുന്നത്, ടെക്സ്റ്റ് ബുക്സിനെക്കാളും ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുക യൂട്യൂബ് ചാനൽസാണ്. കാരണം കോൺസെപ്റ്റ് മനസ്സിലാവാതെ പ്രോഗ്രാം എഴുതാൻ പറ്റില്ല. അപ്പോൾ പ്രോഗ്രാം എഴുതും വേണം. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമും ഉണ്ട്, അതേപോലെ തന്നെ തിയറി ഉണ്ട്. സോ ഇനി ടെക്സ്റ്റ് ബുക്സും യൂട്യൂബ് ചാനൽസും മൊഡ്യൂൾസും പോകുന്നതിന് മുന്നേ ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്. സോ താല്പര്യമുള്ള JEE എക്സാം എഴുതുന്ന സ്റ്റുഡൻസിനുണ്ട്. ഫിസിക്സ് വളരെ സൂപ്പർ ബാച്ചസ് ആണ്. ഫസ്റ്റ് തന്നെ JEE അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സ് 2.0 2024 ബാച്ചാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുൺ JEE അഡ്വാൻസ് 2024 ബാച്ചാണ്. സോ ഈ 2 ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കിട്ടാൻ പോകുന്ന ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ ഇന്ത്യസ് ടോപ്പ് ഫാക്കൽറ്റീസ് ആണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുക്കുന്നത്. ആഴ്ചയിൽ 6 ദിവസം ക്ലാസ് ഉണ്ടാവും. അതേപോലെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, ക്യൂസ് ഫോർമാറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. PDF നോട്ട്സും എല്ലാ ക്ലാസ്സുകളും ശേഷം കിട്ടും. കൃത്യമായിട്ട് ആപ്പിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നിങ്ങളിപ്പം ഫിസിക്സ് വാലിയുടെ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ JEE ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ടെക്സ്റ്റ് ബുക്സ് അവൈലബിൾ ആണ്. കമൻറ്റ് ബോക്സിൽ ലിങ്ക് വെച്ച് നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ അടിപൊളി ടെക്സ്റ്റ് ബുക്സ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 5 വർഷത്തെ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ JEE അഡ്വാൻസ്ഡ് ബാച്ചും അതേപോലെ JEE അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ എൻ്റെ കൂപ്പൺ കോഡ് ആയിട്ടുള്ള VN150 അടിച്ചാൽ നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റൻറ്റ് 150 റുപ്പീസ് ഡിസ്കൗണ്ട് കൂടി കിട്ടും. സോ ഇത്രയും കുറഞ്ഞ പ്രൈസിൽ അത്യാവശ്യം നല്ല ക്ലാസ്സാണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നമ്മുടെ ബെസ്റ്റ് ചാനൽസ് ആണ് സി പ്രോഗ്രാം. അപ്പോൾ ഞാൻ കുറച്ച് ചാനൽസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ 2 ചാനൽ എന്ന് പറഞ്ഞാൽ പക്ക K2 ബേസ്ഡ് ആണ്. ഈ ചാനൽ പക്ക K2 ബേസ്ഡ് ആണ് വരുന്നത്. എഡുലൈൻ CSC നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമും ജിസു ജേക്കബ് എന്ന് പറഞ്ഞ ഈ ചാനലും. അടുത്തെന്ന് പറഞ്ഞാൽ ബ്രോട്ടോടൈപ്പ് മലയാളം, അതുപോലെ Btech മീഡിയ. ഈ 2 ചാനൽ K2 സിലബസിന് ബേസ്ഡ് അല്ലെങ്കിലും ഇതിൻ്റെ അകത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺസെപ്റ്റ് മനസ്സിലാവും. ഞാൻ പറഞ്ഞാൽ പ്രോഗ്രാം എഴുതാൻ നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പം പ്രോഗ്രാം എഴുതാൻ വേണ്ടി നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കാര്യങ്ങൾ K2 സിലബസിൽ നോക്കി പഠിക്കാൻ നിർബന്ധമില്ല. കാരണം നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവണം. ഇതൊരു മാത്സ് പോലത്തെ ഒരു സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ നമുക്ക് ബേസിക്സ് നല്ല ക്ലിയർ ആയാലേ നമുക്ക് പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു ചാനൽസിൽ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യണം ഞാൻ പേഴ്സണലി പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് കോൺസെപ്റ്റ് ഉണ്ട്. നല്ല മാർക്കില്ല, പാസ്സാവുന്നില്ല. പല കുട്ടികളും ഇത് പൊട്ടുന്നതും സപ്ലൈ അടിക്കുന്നതും ടഫ് ആയതുകൊണ്ടല്ല, മനസ്സിലാവില്ല. ഇത് നമ്മൾ വെറുതെ അവിടെ ഇരുന്ന് വായിച്ച് പഠിച്ചാൽ കാണാപ്പടം പഠിക്കാൻ ഒരു വഴിയില്ല. ബൈഹാർട്ടൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ചാനൽസ് കിട്ടില്ല. വലിയ ടഫൊന്നുമില്ല. ഡെയിലി സ്പെൻഡ് ചെയ്യണ സമയം എന്ന് വെച്ചാൽ നിങ്ങൾ വീക്ക്ലി സ്പെൻഡ് ചെയ്താലും മതി. പക്ഷേ ഇത് തീരെ ഒഴിവാക്കിയിട്ട് എക്സാമിന് തലേ ദിവസം മറച്ചിടാൻ നോക്കിക്കഴിഞ്ഞാലാണ് പ്രശ്നമില്ല. അത് പറ്റില്ല എന്നാണ് പേഴ്സണലി ഈ സബ്ജക്റ്റിൻ്റെ ഒരു രീതി. തലേ ദിവസം നമുക്കൊന്നും മറച്ച് മാറ്റിയെടുക്കാൻ പറ്റില്ല. അതാണ് പേഴ്സണലി പറയുന്നത്. അടുത്തത് പ്രോഗ്രാമിംഗ് ഇൻ സീൻ്റെ ടെക്സ്റ്റ് ബുക്സ് ആണ്. 2 ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് മേടിക്കാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേത് മേടിക്കാം. കാരണം ഞാൻ ടെക്സ്റ്റ് ബുക്സ് 2 മേടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ബേസിക്കലി യൂട്യൂബ് ചാനൽസും അതേപോലെ തന്നെ കുറേ PDFs ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബേസിക്കലി പറയുകയാണ് യൂട്യൂബ് ചാനൽസ് ഡിപ്പെൻഡ് ചെയ്യുക. എനിക്ക് പേഴ്സണലി ഈ ഒരു സബ്ജക്റ്റ് തീരെ ഇഷ്ടമില്ലായിരുന്നു. കാരണം ഞാനൊരു ബയോ സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ പാസ്സാക്കി എടുത്തു. ഗ്രേഡൊക്കെ വളരെ കുറവായിരുന്നു. D ഗ്രേഡായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ഇൻ സി. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയെന്നായിരിക്കും. അപ്പോൾ നമുക്ക് മൊഡ്യൂളിലേക്ക് പോകും. അതിന് മുന്നേ ഒന്നുകൂടി പറയുന്നതാണ് ടെക്സ്റ്റ് ബുക്സ്, അതേപോലെ തന്നെ എന്താണ് ബെസ്റ്റ് യൂട്യൂബ് ചാനൽ. താല്പര്യമുള്ളവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. S2 ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് മൊഡ്യൂൾസ് നോക്കാം. മൊഡ്യൂൾ 1 ഇതാണ്. ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് ബേസിക് ആർക്കിടെക്ചർ, എന്താണ് കമ്പ്യൂട്ടറിൻ്റെ യൂസ്, കാര്യങ്ങളൊക്കെയാണ്. യൂസ് എന്നല്ല, എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ്, എന്തൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട് എന്നുള്ള ജസ്റ്റ് ഒരു ഐഡിയാസ് ആണ്. എല്ലാ മൊഡ്യൂൾസിനും നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് K2 Btech S2 സി പ്രോഗ്രാമിംഗ് സിലബസ് എന്ന് അടിച്ചാൽ മതി.
മതി. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. മൊഡ്യൂൾ കാണുമ്പോൾ സിലബസ് കാണുമ്പോൾ അത്രയൊന്നും ഇല്ല എന്നൊക്കെ തോന്നുമെങ്കിലും അത്യാവശ്യം ബേസിക് കോൺസെപ്റ്റാണ്. ഓരോ ഈ സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്ലസ് ടുവിലൊക്കെ CSC പഠിച്ചവർക്ക് ഐഡിയ കിട്ടുന്നത് വായിക്കുമ്പോൾ തന്നെ. ഈ ബയോക്കാരോടാണ് പേഴ്സണലി പറഞ്ഞ് നിങ്ങൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ എന്തായാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ K2 Btech S2 സി പ്രോഗ്രാമിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയും മാക്സിമം വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. സോ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.